25ാം CPI പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ മുതിർന്ന നേതാവ് ഭൂപീന്ദർ സാംബറാണ് പതാക ഉയർത്തിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, ഇന്നെന്തൊക്കെയാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികൾ, ചർച്ചകൾ? ആരൊക്കെ പ്രധാന ആളുകൾ പങ്കെടുക്കുന്നു? എന്താണ് വിവരങ്ങൾ? ദിവിഷ, ഏറ്റവും പ്രധാനമായിട്ടും പ്രതിനിധി സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. എനിക്ക് പുറകിലുള്ള വേദിയിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി MAVB അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ വേദിയിൽ CPI-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ D രാജ, ആനി രാജ, അതുപോലെ തന്നെ അമർജിത് കൗർ, ഒപ്പം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവരെല്ലാവരും ഉണ്ട്. എന്തായാലും ഇപ്പോൾ MAVB സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രതിനിധികളും ഇതിന് പിറകെ ഒന്നായി സംസാരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഏറ്റവും പ്രധാനമായി റിപ്പോർട്ടുകൾ, അതായത് രാഷ്ട്രീയ പ്രമേയം, അതുപോലെ തന്നെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്, ഒപ്പം സംഘടനാ റിപ്പോർട്ട്, ഇതെല്ലാം അവതരിപ്പിക്കും. ഒപ്പം രാഷ്ട്രീയ പ്രമേയത്തിന് മേൽ ചർച്ചയുണ്ടാകും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. അതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും നടക്കാനിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലും മറ്റ് റിപ്പോർട്ടുകളിൽ, സംഘടനാ റിപ്പോർട്ടിലടക്കം പ്രധാനമായിട്ടും ചർച്ചകൾ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ്. 25ാം തീയതി വരെയാണ് ഇവിടെ ചണ്ഡീഗഡിൽ ഈ S. സുധാകർ റെഡ്ഡി നഗറിൽ യോഗം, ഈ പാർട്ടി കോൺഗ്രസ് അത് നടക്കുക, പുരോഗമിക്കുക. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ പ്രതിനിധികൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. 710 എന്നുള്ളൊരു കണക്കാണ് പാർട്ടി മുന്നോട്ട് വെച്ചത്. എന്നാൽ 800-ലധികം പ്രതിനിധികൾ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്നു. 100-ലധികം 150ഓളം തന്നെ പ്രതിനിധികൾ, അതും കേരളത്തിൽ നിന്ന് തന്നെയാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം അവശേഷിക്കുന്നത് ഈ പാർട്ടി കോൺഗ്രസ് കഴിയുന്ന സമയത്ത് ഒരു നേതൃമാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും D രാജ മാറുമോ, മറ്റാരെങ്കിലും വരുമോ, അമർജിത് കൗർ ആ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലിപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒത്തുതീർപ്പിക്കില്ല, അല്ലെങ്കിൽ ആര് പുതിയ ജനറൽ സെക്രട്ടറി ആകണമെന്നുള്ള കാര്യം, അതല്ലെങ്കിൽ 75 വയസ്സ് ഇളവ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. CPI പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്, ചർച്ചകൾ.